നടൻ മഹേഷ് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ മഹേഷ്, തെളിവില്ലാത്തൊരു കേസായിരുന്നു എന്നാണ് ഒരു പക്ഷം പറയുന്നത്. അങ്ങനെ തെളിവില്ലാത്തൊരു കേസിന് പിന്നാലെ പോലീസ് പോയതിലുണ്ടായ കുഴപ്പം പിടിച്ച രീതികളായിരുന്നു ഈ വിധിയിലേക്ക് എത്താൻ കാരണമായതെന്ന് അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്തുകൊണ്ട് ദിലീപിന് കുറ്റവിമുക്തനാകാൻ കഴിഞ്ഞു? അല്ല, ഇപ്പം ഏറ്റവും വലിയ ഭാഗ്യം എനിക്കിപ്പോൾ തോന്നുന്നത് സെൻകുമാർ സാറ് നമുക്കൊപ്പം ഉണ്ട്. സെൻകുമാർ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇതിൻ്റെ ഇനിഷ്യൽ പ്രശ്നങ്ങളെല്ലാം അറിയാവുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ സെൻകുമാർ സാറ് നമുക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി കാര്യങ്ങൾക്ക് നമുക്കൊരു ക്ലിയർനെസ് കിട്ടും. ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറ് പോയി സാറിനെ മാറ്റി വേറെ സാറ് വരികയും ആ ഒരു മാസത്തേക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയും ഉമ്മൻചാണ്ടി സർക്കാർ പോയി ഈ പ്രതിപക്ഷ സർക്കാർ വരികയും ഈ ജനാധിപത്യ മുന്നണി വരികയും ഒപ്പം ജിഷ കേസിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ പാർട്ടായിരുന്നു ഇപ്പോൾ സാർ ഈ പറയുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ. അതിനുശേഷം നിങ്ങൾക്കെല്ലാം അറിയാം, സാറ് ഇരുന്നപ്പോഴാണോ എനിക്കറിയില്ല, ഒരു സ്വാമിയുടെ ലിംഗവിച്ഛേദനമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കേസ്, അതിൻ്റെ അന്വേഷണവും നടത്തിയത് ഇവർ തന്നെയാണ്. ഇതെല്ലാം തന്നെ ഈ കേസ് അന്വേഷണങ്ങൾ അതിൻ്റെ വിജയമൊക്കെ സാറ് കഴിഞ്ഞ് ബെഹ്റ സാറിൻ്റെ ആ ഒരു വർഷത്തെ കാലഘട്ടം കൂടെ കഴിഞ്ഞാൽ തനിക്ക് ആ സ്ഥാനത്തേക്ക് വരാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുവേണ്ടി തുന്നി പിടിപ്പിച്ച വസ്ത്രവുമാറ്റി കാത്തിരിക്കുമ്പോഴാണ് ദിലീപിൻ്റെ കേസ് വരുന്നത്. ദിലീപിൻ്റെ കേസ് എങ്ങനെയാണ് വരുന്നത്? ഈ ബെഹ്റ സാറ് ഡിങ്കൻ്റെ സെറ്റിൽ വെച്ച് ചീഫ് ഗസ്റ്റായിട്ട് പോയപ്പോൾ ദിലീപ് തന്നെ ഇയാൾ ഇങ്ങനെ പൾസസൂനി വിളിച്ചിരുന്നു എന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഇനി വിളിക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് CD നൽകാൻ പറയുകയും ചെയ്യുന്നു. ഇത് നിർമ്മാതാവ് രഞ്ജിത്ത് വഴി കൊടുക്കുകയാണ്. കൊടുത്തപ്പോഴാണ് ഇത് അന്വേഷിക്കാനായിട്ട് ഈ പറയുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയെ ഈ CD ഏൽപ്പിക്കുന്നത്. 3 ദിവസത്തിനകത്ത് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് എന്തായെന്നുള്ളത് അറിയില്ല. മാത്രമല്ല, സാറ് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ്, ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ പ്രതിയാക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ തെളിവുകൾ അന്വേഷിച്ച് നടക്കുന്ന പരിപാടിയായിരുന്നു ദിലീപിൻ്റെ അടുത്ത് എടുത്തത്. അതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ വിശ്വാസപ്രകാരം ഒരാൾ എങ്ങനെയാണ് മാപ്പ് സാക്ഷിയാകുന്നത്? ഒരു ക്രൈമിൽ അവർ ഇൻവോൾവ് ആവുകയും ആ ക്രൈമിൽ അവർ എല്ലാം തുറന്നു പറയാം, ഇതിൻ്റെ നീതി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ കേസിൻ്റെ ഒരു എവിഡൻസൊക്കെ നമ്മൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാപ്പ് സാക്ഷിയാകുന്നത്. ഇവിടെ ആദ്യം കൊണ്ടുവന്ന ബിപിൻലാലാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അവർ സെൽമേറ്റ്സാണ്. അതായത് ഈ കേസുമായിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആ 2 പേരെയാണ് ഇവിടെ ആദ്യം മാപ്പ് സാക്ഷികളായിട്ട് കൊണ്ടുവരുന്നത്. ഇവരെങ്ങനെ നിലനിൽക്കും? ഒരാളാണെങ്കിൽ 7 ചീറ്റിംഗ് കേസിൽ അകത്ത് കിടക്കുന്ന ആളാണ്. ചീറ്റിംഗ് കേസിൽ അകത്ത് കിടക്കുന്ന ആളുടെ വാക്ക് എങ്ങനെയാണ് മുഖ്യധാര നമ്മൾ മുന്നോട്ടെടുക്കുക? രണ്ടാമത്തെ വിഷ്ണു ആണെങ്കിൽ ഈ ചെയിൻ സ്നാച്ചിങ്, മാല പിടിച്ചു പറിക്കുന്ന ആളാണ്. അതിനുശേഷം തട്ടിപ്പോക്കൽ കേസിൽ അകത്തായതാണ്. ഇവർ 2 പേരും സെല്ലി കിടക്കുമ്പോൾ തന്നെയാണ് മാപ്പ് സാക്ഷികളാവുന്നത്. അടുത്തൊരു നിയമവ്യവസ്ഥ ചോദ്യം ചെയ്തത് ഇവരെങ്ങനെ പിന്നെ പരോളിൽ ഇറങ്ങി? കാരണം നമ്മുടെ നിയമത്തിൻ്റെ ഇതനുസരിച്ചിട്ട് വിധി വന്നതിന് ശേഷമേ പിന്നെ ഈ പറയുന്ന മാപ്പ് സാക്ഷികൾ പുറത്തിറങ്ങാവുള്ളൂ. ഇവർ 2 പേരും പുറത്തിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഉള്ളതാണ് മറ്റേ പോലീസ്, AR ക്യാമ്പിൽ നിന്ന് വന്ന പോലീസുകാരൻ. ഇദ്ദേഹം വന്ന് ഈ കാവൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് വന്ന് പൾസസൂനി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഈ ദിലീപാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്യൂട്ടിക്ക് വരുന്നതിൻ്റെ എൻട്രിയൊക്കെ പോലീസ് ക്ലബ്ബ്, ആലുവ പോലീസ് ക്ലബ്ബിൽ ഉള്ള സമയവും ഉപ്പും ഒന്ന്, ഇദ്ദേഹത്തിന് സമൻസ് അയച്ചപ്പോൾ കിട്ടിയ ഉപ്പും കാര്യങ്ങളും വേറൊന്ന്. ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം കോടതി പറയുന്നത്. ഇങ്ങനെ കെട്ടിയിറക്കിയ 3 പേരാണ് ആദ്യം വരുന്ന സാക്ഷികൾ. ഇവരെ വെച്ചുകൊണ്ടാണ് ഈ ദിലീപിനെ പോലൊരു ഉന്നതനായ മലയാള സിനിമയിലെ പ്രഗത്ഭനായ ഒരു നടനെ ഇവരകത്തിടുന്നത്. അതിനുശേഷം അതൊന്നും വില പോകില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ പറയപ്പെടുന്ന ഓരോ മലയാള സിനിമയിലെ നടിമാരെയൊക്കെ ഇവരെ എന്താണ് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാക്ഷിമൊഴിയിൽ എഴുതി ചേർത്തെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇവർ സത്യസന്ധമായിട്ട് കോടതി വന്ന് അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സാക്ഷിമൊഴി മാറ്റലായി, അങ്ങനത്തെ പ്രശ്നങ്ങളായി.
ഇതെല്ലാം കഴിയുമ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം എന്താണ് ഒരുപാട് ഓഡിയോ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നൽകുന്നു. എന്നാൽ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇല്ല. റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇല്ലാതെ ഈ ഓഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെ വാല്യൂ ആയിട്ട് എടുക്കും? അതാണ് കോടതി ചോദിച്ചത്. അതിന് ഉത്തരവില്ല. ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രെയിംഡ് വർക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ആ ഉന്നത സ്ഥാനത്തിൽ ഇപ്പോൾ സെൻകുമാർക്കിരുന്ന ആ സാറിരുന്ന ആ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ഇവർ തയ്പ്പിച്ച ആ യൂണിഫോമിൻ്റെ തൊപ്പിയിൽ പൊൻതൂവൽ വരാൻ വേണ്ടി അവർ ചെയ്ത മനഃപൂർവ്വമായിട്ടുള്ള കുക്ഡപ്പ് സ്റ്റോറിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ് പിന്നെ മുരളി സാറ് DYSP ആയിരുന്നപ്പോൾ മുരളി സാറിനെ മാറ്റിയിട്ട് വേറെ 3-4 DYSPമാരെയും മാറ്റിയിട്ട് അതിലും കീഴേ ഉള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറടുത്ത് ഈ കേസ് അന്വേഷണം പോകണമെങ്കിൽ അവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കുക്ഡപ്പായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടെന്ന്. അതാ പറയുന്നത്, ഇതെല്ലാം തന്നെ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ഇങ്ങനെ പോയാൽ ഇതേ വരുള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷേ അന്നത്തെ ഒരു കോളിലക്കത്തിന് വേണ്ടി, അന്നത്തെ ഒരു പേരിന് വേണ്ടി, ഇപ്പോൾ അവർ റിട്ടയർ ചെയ്തില്ലേ, അന്ന് ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയൊക്കെ ഇവർ ചെയ്ത ഒരു കളി തന്നെയാണ്.